അത്യുന്നതനായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളായ 48 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം. ഉൽപ്പത്തി 48-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യോസേഫ് തൻ്റെ 2 പുത്രന്മാരായ മനശ്ശെയെയും എഫ്രൈമിനെയും യാക്കോബിൻ്റെ അനുഗ്രഹം ലഭിക്കാനായി കൊണ്ടുവരുന്നു. യാക്കോബ് ദൈവത്തിൻ്റെ വിശ്വാസ്യതയെ ഓർക്കുകയും യോസേഫിൻ്റെ പുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് മനഃപൂർവ്വം തൻ്റെ വലങ്കൈ ഇളയവനായ എഫ്രൈമിൻ്റെ മേലും ഇടങ്കൈ മൂത്തവനായ മനശ്ശെയുടെ മേലും വയ്ക്കുന്നു. യോസേഫ് ഇത് തിരുത്താൻ ശ്രമിച്ചെങ്കിലും യാക്കോബ് അതിൽ ഉറച്ചു നിൽക്കുകയും ഇളയവൻ വലിയവനാകുമെന്ന് യാക്കോബ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന വാഗ്ദാനം യാക്കോബ് ഉറപ്പിക്കുന്നു. ഇങ്ങനെ എഫ്രൈമും മനശ്ശെയും ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളായി സ്ഥാപിക്കപ്പെടുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യരുടെ പ്രതീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കാണിക്കുന്നു. ഇളയവന് ലഭിക്കുന്ന അനുഗ്രഹം ദൈവത്തിൻ്റെ സർവാധികാരത്തെ പ്രകടിപ്പിക്കുന്നു. യാക്കോബിൻ്റെ വിശ്വാസം തൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മറികടന്ന് ദൈവത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളിലേക്കാണ് നോക്കുന്നത്. ആത്മീയ അവകാശം സ്വാഭാവിക ക്രമത്തേക്കാൾ പ്രധാനമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യരുടെ പാരമ്പര്യത്തിനല്ല, അവൻ്റെ ഉദ്ദേശത്തിനാണ് അനുസരിക്കുന്നത്. വിശ്വാസം ദൃശ്യമായതിനേക്കാൾ അപ്പുറമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ കാണാൻ സഹായിക്കുന്നു. ഇന്നത്തെ ജീവിതത്തിൽ ആളുകൾ പലപ്പോഴും മനുഷ്യരുടെ സംവിധാനങ്ങളെയും പ്രതീക്ഷകളെയും ആശ്രയിക്കുന്നു. ഈ അധ്യായം ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ തർക്കശക്തിയെ പിന്തുടരണമെന്നില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് അസാധാരണമാണെന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കണം. ആത്മീയ അവകാശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഭാവി തലമുറകളിലേക്കും വ്യാപിക്കുന്നു. വിശ്വാസത്തോടെ ജീവിക്കുക എന്നത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ വിശ്വസിക്കുന്നതുമാകുന്നു. 49-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് തൻ്റെ പുത്രന്മാരെയെല്ലാം ഒന്നിച്ച് ചേർത്ത് ഓരോരുത്തർക്കും പ്രവാചക സ്വഭാവമുള്ള അനുഗ്രഹങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ അവരുടെ സ്വഭാവത്തെയും കഴിഞ്ഞകാല പ്രവൃത്തികളെയും ഭാവിയെയും പ്രതിഫലിപ്പിക്കുന്നു. ചിലർക്ക് കടുത്ത ശാസനയും മറ്റു ചിലർക്ക് നേതൃത്വവും അനുഗ്രഹവും വാഗ്ദാനമാകുന്നു. യഹൂദയ്ക്ക് പ്രത്യേക പ്രവചനം ലഭിക്കുന്നു. രാജ്യത്വം അവൻ്റെ വംശത്തിൽ നിന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. യോസേഫിന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അതിന് കാരണം അവൻ്റെ വിശ്വസ്തതയും ഫലകരമായ ജീവിതവും അത്രേ. ഈ അധ്യായം യാക്കോബിൻ്റെ മരണത്തോടെയും കനാനിലെ കുടുംബ ശവകുടീരത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന അവൻ്റെ അഭ്യർത്ഥനയോടെയും അവസാനിക്കുന്നു. ഈ അധ്യായം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഭാവിയെയും പാരമ്പര്യത്തെയും രൂപപ്പെടുത്തുന്നു എന്ന് കാണിക്കുന്നു. യാക്കോബിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ പദ്ധതി വ്യക്തികളുടെ ജീവിതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. യഹൂദയെക്കുറിച്ചുള്ള പ്രവചനം ഭാവിയിലെ രാജാവിനെയും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വലിയ നിറവേറ്റലിനെയും സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വ്യക്തിപരവുമായും തലമുറകളിലേക്കും വ്യാപിക്കുന്നവയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ സ്വഭാവവും അനുസരണയും പ്രധാനമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഒരാളുടെ ജീവിതകാലത്തേക്കാൾ അപ്പുറത്തേക്കും നീളുന്നു. ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഭാവിയെയും അടുത്ത തലമുറകളെയും സ്വാധീനിക്കുന്നു. ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കാൻ ഈ അധ്യായം നമ്മെ പ്രേരിപ്പിക്കുന്നു. ജ്ഞാനത്തോടെ പറഞ്ഞ വാക്കുകൾ ജീവിതങ്ങളെയും ഭാവിയെയും രൂപപ്പെടുത്താൻ കഴിയും. നമ്മുടെ ജീവിതത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതി വലിയ ഒരു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നല്ലൊരു പാരമ്പര്യം അവശേഷിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ വിശ്വസ്തമായ ജീവിതം നാളെയെ സ്വാധീനിക്കുന്നു എന്നോർത്താലും. അവസാനത്തെ അധ്യായമായ 50-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് മരിക്കുകയും യോസേഫ് അദ്ദേഹത്തിനായി ആഴത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. യോസേഫ് തൻ്റെ പിതാവിൻ്റെ അഭ്യർത്ഥന നിറവേറ്റി. അവൻ്റെ ശരീരം കനാനിൽ കൊണ്ടുപോയി കുടുംബ ശവകുടീരത്തിൽ സംസ്കരിക്കുന്നു. യാക്കോബിൻ്റെ മരണത്തിന് ശേഷം യോസേഫ് പ്രതികാരം ചെയ്യുമെന്ന് സഹോദരന്മാർ ഭയപ്പെടുന്നു. എന്നാൽ യോസേഫ് അവരെ ആശ്വസിപ്പിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. അവർ ദോഷത്തിനായി ഉദ്ദേശിച്ചതിനെ ദൈവം നന്മയ്ക്കായി മാറ്റിയെന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. യോസേഫ് ഈജിപ്തിൽ തൻ്റെ കുടുംബത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ മരണത്തിന് മുൻപ് ദൈവം ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന വിശ്വാസം അവൻ പ്രകടിപ്പിക്കുന്നു. അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ തൻ്റെ അസ്ഥികൾ കൂടി കൊണ്ടുപോകണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ഈ അധ്യായം ക്ഷമയും ദൈവത്തിൻ്റെ സർവാധികാരവും മനോഹരമായി വെളിപ്പെടുത്തുന്നു. യോസേഫിൻ്റെ കാഴ്ചപ്പാട് അവൻ്റെ ആത്മീയ പക്വതയും ദൈവത്തിലുള്ള വിശ്വാസവും കാണിക്കുന്നു.
ദൈവം ദോഷകരമായ ഉദ്ദേശങ്ങളെപ്പോലും നന്മയ്ക്കായി മാറ്റാൻ കഴിവുള്ളവനാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. ക്ഷമ സമാധാനവും ഐക്യവും നൽകുന്നു. യോസേഫിൻ്റെ ഭാവി പ്രത്യാശയിൽ കാണുന്നത് പോലെ വിശ്വാസം ഒരാളുടെ ജീവിതകാലത്തെ മറികടക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യരുടെ പ്രവൃത്തികളേക്കാൾ മഹത്തായതാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ബന്ധങ്ങൾ സുഖപ്പെടുത്താൻ ക്ഷമ അത്യാവശ്യമാണ്. വേദനാജനകമായ സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കുവാൻ ഈ അധ്യായം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വൈരാഗ്യം പിടിച്ചു നിൽക്കുന്നത് നാശം കൊണ്ടുവരും, എന്നാൽ ക്ഷമ സ്വാതന്ത്ര്യം നൽകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശയോടെ ജീവിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കും അപ്പുറത്തേക്ക് നോക്കുന്നതാവണം. ദൈവത്തിൽ വിശ്വസിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും അർത്ഥം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ പ്രതീക്ഷകളോട് പൊരുത്തപ്പെടാതിരുന്നാലും ഞാൻ അവനിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസവും ക്ഷമയും അനുസരണവും നിറഞ്ഞ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കുവാൻ ഞാൻ ജീവിക്കുന്നുണ്ടോ? ഈ ചിന്തകളാൽ ഈ ഉൽപ്പത്തി പുസ്തകം ഇന്ന് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.